ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കനോ ക്രിയേഷൻ. എല്ലാവർക്കും കനോ ക്രിയേഷനിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബൊഗേൻവില്ല ചെടീൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പം നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ നമ്മൾ ബൊഗേൻവില്ലേൻ്റെ എന്താ പറയുക ഒരു വ്യത്യസ്ത തരമായിട്ടുള്ള ഒരു വളത്തിനെ പറ്റിയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വേനൽക്കാലത്ത് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വളമായിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബൊഗേൻവില്ല ചെടികളുടെ കമ്പ് നടുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. അതിൻ്റെ പ്രൊപ്പഗേഷനെ പറ്റിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം ഈ മെത്തേഡിൽ കമ്പ് നട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ബൊഗേൻവില്ല ചെടികൾ പിടിച്ചു കിട്ടും. അത് പെട്ടെന്ന് ഇലകളൊക്കെ വന്നിട്ട് പൂക്കളൊക്കെ ഉണ്ടായി വലിയ ചെടിയായിട്ട് മാറും. അപ്പോൾ ആ ഒരു മെത്തേഡാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇത് ഭയങ്കര ഈസി ആയിട്ടുള്ള മെത്തേഡാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ വേനൽക്കാലത്താണെങ്കിലും ഏത് കാലാവസ്ഥയിലാണെങ്കിലും കമ്പ് നട്ടിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് പിടിച്ച് വലിയ ചെടിയായിട്ട് മാറുകയും നിറച്ച് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഈ കമ്പ് നടുന്നതെന്നുള്ളത് കാണാനായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള കടലാസ് ചെടികൾ ഇതുപോലെ നിറച്ച് പൂക്കളായിട്ട് നിൽക്കാനായിട്ട് നമുക്ക് കമ്പ് നടേണ്ട രീതികളുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ കമ്പ് നടുമ്പോൾ അത് നല്ല രീതിയിൽ നമ്മൾ നട്ടിട്ടുണ്ടെങ്കിൽ, അതായത് റൂട്ടി ഹോർമോണൊക്കെ കൊടുത്തിട്ട് നടുവാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കടലാസ് ചെടി വേഗത്തിൽ പിടിച്ച് കിട്ടുകയും മണ്ണിലേക്ക് അതിൻ്റെ വേരുകൾ ഇറങ്ങുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു മെത്തേഡാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള ആ കടലാസ് ചെടിയിൽ പൂവുള്ള ഭാഗം മാത്രം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ പൂക്കളെല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് കളയണം. പൂവുള്ള ഭാഗം കട്ട് ചെയ്തെടുക്കാനുള്ള കാരണം ഇലയുള്ള ഭാഗത്ത് കമ്പ് നടുന്നതിനേക്കാളും വേഗത്തിൽ പൂവുള്ള ഭാഗത്തിലെ കമ്പ് മണ്ണിലേക്ക് വേര് പിടിക്കുകയും ചെടി പെട്ടെന്ന് വലുതാകുകയും അതുപോലെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. അതാണ് നമ്മൾ പൂവുള്ള ഭാഗം നോക്കി കട്ട് ചെയ്തെടുത്തിട്ട് വന്നത്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ പൂക്കളെല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുക. കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഈ ഒരു അളവിൽ കമ്പ് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ കമ്പ് നമ്മൾ ഒരു പെൻസിലിൻ്റെ കനത്തിൽ മാത്രമേ കമ്പ് ആകാവൂ. അതിൽ കൂടുതൽ കനത്തിലുള്ള കമ്പ് നമുക്ക് വേണ്ട. അതുപോലെ തന്നെ ഒരുപാട് നീളത്തിലും നമുക്ക് കമ്പ് വേണ്ട. ഓക്കെ, അപ്പം നമ്മൾ പൂക്കളുള്ള ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം കമ്പ് മാത്രം നമ്മൾ ഇതുപോലെ എടുത്ത് വെച്ചേക്കാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു പൂവുള്ള ഭാഗത്തെ കമ്പാണ് കൂടുതൽ പെട്ടെന്ന് മണ്ണിലേക്ക് പിടിക്കുകയും പെട്ടെന്ന് നമുക്ക് ബൊഗേൻവില്ല ചെടി ഒരു പ്ലാന്റായി മാറുകയൊക്കെ ചെയ്യത്തുള്ളൂ. അതുപോലെ ഇലയുള്ള ഭാഗത്തെ കമ്പും കൂടെ നമുക്ക് നട്ടു നോക്കാം. അപ്പം നിങ്ങൾക്കിപ്പോൾ പൂക്കൾ ഉള്ള ഭാഗത്തെ കമ്പ് കിട്ടാത്തവർക്ക് ഇലയുള്ള ഭാഗത്തെ കമ്പ് നടണമല്ലോ. അപ്പോൾ രണ്ടും ഞാനിവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇലയുള്ള ഭാഗത്തെ കമ്പ് ഞാൻ എടുത്തിട്ടുണ്ട്, പൂവുള്ള ഭാഗത്തെ കമ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടുന്നത് നാച്ചുറൽ ആയിട്ടുള്ളൊരു റൂട്ടിൻ ഹോർമോണാണ്. നാച്ചുറൽ ആയിട്ടുള്ള റൂട്ടിൻ ഹോർമോൺ എന്ന് പറയുമ്പം ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ കറ്റാർവാഴ ഉണ്ടല്ലോ, അലോവേറ ജെല്ല്, അതാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് എടുക്കാം. അപ്പോൾ 3 കമ്പാണ് നമ്മളിപ്പോൾ എടുത്ത് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് കറ്റാർവാഴ എടുത്തിട്ട് വരാം. കറ്റാർവാഴ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ളൊരു റൂട്ടിൻ ഹോർമോണാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഈ കമ്പ് നട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇതിലേക്ക് കുഞ്ഞു കുഞ്ഞു ഇലകൾ പൊടിച്ച് വരികയും പെട്ടെന്ന് വലിയ പ്ലാന്റ് ആവുകയും പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇത്ര ഒരു അളവിൽ നമ്മൾ അലോവേറ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതായത് കറ്റാർവാഴ. പിന്നെ നമ്മൾ വന്നിട്ട് ഈ കമ്പ് എൻ്റെ അറ്റം, അതായത് നമ്മൾ മണ്ണിലേക്ക് കുഴിച്ചു വെക്കുന്ന ഭാഗം ഇതുപോലെ ഒന്ന് ചീകി കൊടുക്കുക. അപ്പം പെട്ടെന്ന് വേര് ഉണ്ടായി കിട്ടാനായിട്ട് അത് സഹായിക്കും. അപ്പം നമ്മൾ എടുത്തിട്ടുള്ള 3 കമ്പും ഇതുപോലെ എന്ത് ചെയ്യാം, ഒന്ന് ചീകി കൊടുക്കുക. ചീകി കൊടുത്തതിന് ശേഷം നമ്മുടെ റൂട്ടിംഗ് ഹോർമോണിലേക്ക് കുത്തി വെച്ചിട്ട് അത് മണ്ണിലേക്ക് ഇറക്കി വെക്കുന്ന ഒരു ഇത് കാണിക്കുന്നുണ്ട്. ആ ഒരു മെത്തേഡ് ഞാൻ കാണിക്കുന്നുണ്ട്. ഡയറക്റ്റ് മണ്ണിലേക്ക് വെക്കുന്ന മെത്തേഡും കാണിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ മോൾ ഇവിടെ അടുത്ത് വന്നിരുന്ന് അവളും കൂടെ ചെയ്യുന്ന രീതിയിൽ കാണിക്കുന്നുണ്ട് അവൾ. അപ്പോൾ ഇതിങ്ങനെ ചീകി കൊടുക്കുമ്പോൾ ഒരുപാട് നേർത്ത് പോകാതെ ചീകിയെടുക്കുകയും വേണം കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇതിന് നടുക്കുന്ന് കട്ടി വീഴാതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം നമ്മൾ ഇത് ചീകി എടുത്തിട്ടുണ്ടാവേണ്ടത്. പിന്നെ ഇത് ഡയറക്റ്റ് വാട്ടറിലിട്ടിട്ട് ചിലർ റൂട്ട് ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് റൂട്ടിംഗ് ഹോർമോൺ ആ ഒരു വാട്ടറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ചെയ്താൽ പെട്ടെന്ന് റൂട്ട് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഒരു കുഞ്ഞു പോട്ടിൽ കുറച്ച് മണ്ണിട്ടിട്ട് അതിലേക്കാണ് ഫസ്റ്റിൽ ഈ ഒരു നമ്മുടെ ഒരു കമ്പ്, ബൊഗേൻവില്ല പ്ലാന്റിൻ്റെ കമ്പ് നട്ട് വെക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു തരത്തിലെ വളങ്ങളും ചേർക്കാത്ത ഫ്രഷ് ആയിട്ടുള്ള സോയിലാണ് നമ്മൾ ഈ പ്ലാന്റ് വെച്ച് കൊടുക്കേണ്ടത്, അതായത് ഈ കമ്പ് നട്ട് വെക്കേണ്ടത് കേട്ടോ. ഇങ്ങനെ നട്ട് വെക്കുകയാണ്. ഇത് സാധാരണ നമ്മൾ
എല്ലാ വീടുകളിലും ചെയ്യുന്ന സാധാരണ മെത്തേഡാണ്. പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ റൂട്ടിംഗ് ഹോർമോൺ, നാച്ചുറൽ റൂട്ടിംഗ് ഹോർമോൺ ആയിട്ടുള്ള അലവേറയ്ക്കകത്തേക്ക് ഈ ഒരു കമ്പ് ഇറക്കി വെച്ചതിന് ശേഷം ഈ ഒരു കമ്പും അലവേറയും കൂടെ ഒരുമിച്ച് ഇതേപോലെ എടുത്ത് മണ്ണിലേക്ക് ഇറക്കി വെച്ചിട്ടും നമ്മൾ പ്ലാന്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 2 മെത്തേഡും നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേതാണ് പെട്ടെന്ന് ചെടി ഉണ്ടായി വരുന്നതെന്നുള്ളത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. എന്തായാലും വളരെ വേഗത്തിൽ നമുക്ക് ഈ ഒരു കടലാസ് പൂ പിടിച്ചു കിട്ടും ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പം പ്രത്യേകം പെട്ടെന്ന് നിങ്ങൾക്ക് കടലാസ് ചെടി പിടിച്ചു വരണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ പൂവുള്ള ഭാഗത്തെ കമ്പെടുക്കുക. അതാണ് ഏറ്റവും പെട്ടെന്ന് പിടിച്ചു വരുന്നത്. അത് കിട്ടിയില്ലെങ്കിൽ ഇലയുള്ള ഭാഗത്തെ കമ്പെടുത്തിട്ട് ഇതുപോലെ റൂട്ടിംഗ് ഹോർമോണിലേക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ 2 മെത്തേഡിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല രീതിയിൽ നമ്മുടെ വീട്ടിലേക്ക് കടലാസ് ചെടി പെട്ടെന്ന് കിളിച്ചിട്ട് പെട്ടെന്ന് പൂക്കൾ തരും. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക കേട്ടോ. മറ്റൊരു വീഡിയോ കാണാം. ബൈ.